നിങ്ങൾക്ക് ഇരുലോകത്തും ബർക്കത്തുണ്ടാകുന്ന രീതിയിലേക്ക് വളരും. നിങ്ങൾ കൊടുക്കുന്ന ചിലപ്പോൾ 10 രൂപയായേക്കാം, 1 രൂപയായേക്കാം. എന്തായാലും ആ കൊടുക്കാൻ കാണിച്ച സന്മനസ്സിനാണ്. അള്ളാഹു സൂറത്തുൽ അൻആമിൽ പറഞ്ഞ ഒരായത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്റെ അടിമ ഒരു നല്ല കാര്യം ചെയ്യാൻ ചിന്തിച്ചാൽ, നിയ്യത്ത് വെച്ചാൽ, ആ നിയ്യത്തിന് ഞാൻ പ്രതിഫലം എഴുതി കഴിഞ്ഞു. അവൻ പിന്നീട് അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്താണ്. ഏത് പ്രവർത്തനവും അവന്റെ നിയ്യത്ത് പോലിരിക്കും. അതേപോലെ ഒരടിമ ഒരു തിന്മയായ കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് അവനെ ശിക്ഷിക്കുന്നില്ല, അവനത് ചെയ്തതുകൊണ്ടും ആ സമയത്ത് ശിക്ഷിക്കുന്നില്ല. അവനൊരു ലോങ് പീരീഡ് കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് പറ്റിപ്പോയല്ലോ, ഞാൻ അത് തിരുത്തണമല്ലോ എന്ന ചിന്ത അവനിൽ ഉണരുകയാണെങ്കിൽ ഗഫൂറുർ റഹീമായ റബ്ബ് അത് തിരുത്തുക തന്നെ ചെയ്യും, പുറത്തു തരിക തന്നെ ചെയ്യും. ഇന്നലെ വരെ എന്ത്, അല്ലെ കഴിഞ്ഞ നിമിഷം വരെ എന്ത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ നിമിഷം മുതൽ അങ്ങോട്ട് നിങ്ങളാൽ കഴിയുന്ന, നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉദവി ചെയ്യാൻ സാധിക്കുക. എല്ലാ നാടുകളിലും പോയിട്ട് എല്ലാം ചെയ്യണമെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആളല്ല. എൻ്റെ നാട്ടിലും എന്നെ സമീപിക്കുന്നവർക്കും എന്നാൽ കഴിയുന്ന സഹായം ചെയ്യാൻ അള്ളാഹു എനിക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചായക്കടക്കാരനായ, അവിടെ ഒരു കൂലിപ്പണിക്കാരനായ, മരിച്ചുപോയ 5 വർഷം മുമ്പ് മരിച്ചുപോയ എൻ്റെ ബാപ്പ കൂലിപ്പണിക്കാരനായ മുഹമ്മദ് എന്ന് പറയുന്ന ആള് മകൻ സംഗീതം പഠിച്ചിട്ടല്ല നിങ്ങളുടെ മുന്നിൽ ഇന്ന് കൊല്ലം ഷാഫി എന്ന് പറയുന്ന ലേബിളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ഇടം നേടി ഈ വേദിയിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ അള്ളാഹു എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഒരു നന്മ വെച്ചിട്ടുണ്ട്. അത് ഒളിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ദുസ്വഭാവങ്ങൾ അധികരിക്കുന്നതുകൊണ്ടാണ്. ആ ദുസ്വഭാവങ്ങളെ, ദുശീലങ്ങളെയും തുടച്ചു നീക്കിക്കൊണ്ട് ഹൃദയത്തിൽ വെളിച്ചം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരം നല്ല പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ, എൻ്റെ ബാപ്പ അന്ന് 20 രൂപയ്ക്ക് അധ്വാനിച്ചിരുന്ന ആ മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന 10 രൂപ എടുത്തു കൊടുക്കാൻ തയ്യാറാണ്. വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന് തികഞ്ഞിട്ടില്ലെങ്കിലും മറ്റുള്ളവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ചെലവഴിച്ചിരുന്ന ഒരു മനുഷ്യന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രക്തം ഈ ശരീരത്തിലൂടെ ഓടുന്നത് കൊണ്ട് ആ ഒരു മൈൻഡ് എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്തുകൊണ്ടാണ് ഞാൻ സിംഗറായത്. അല്ലാതെ സരിഗമ പദനിസ എന്ന 7 സ്വരങ്ങള് സ്വരസ്ഥാനം തെറ്റാതെ പാടാൻ ഷാഫി പഠിച്ചിട്ടില്ല. വിദ്യാഭ്യാസമാണെങ്കിൽ 10ാം ക്ലാസ് പൊരുതി തോറ്റ മനുഷ്യനാണ്. പിന്നെ പറയത്തക്ക കഴിവുകളോ സാമ്പത്തിക ബദ്ധതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഇതുപോലുള്ള ചെറുപ്പക്കാര്, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകൾ, അവരോടൊപ്പം നാട്ടിലും പുറം നാടുകളിലും ചെല്ലുന്നിടത്തെല്ലാം ഞാൻ അവരോടൊപ്പം ഒരു കൈത്താങ്ങായി സഹായമായി എന്നും അവരോടൊപ്പം നിന്നു. ഒരു ചിരി കൊണ്ടെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന വാക്ക് അർത്ഥപൂർണമാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ശ്രമിച്ചു. അതുകൊണ്ട് ഇവിടെ വന്നു നിൽക്കാൻ സാധിക്കുന്നു. നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ സാധിക്കും. നമ്മളിൽ എല്ലാവരിലും ദൈവത്തിന്റെ അംശമുണ്ട്. വെറുതെ ഒരുത്തരെ, ഒരു ഉറുമ്പിനെ പോലും ദൈവം വെറുതെ ഇവിടെ പടച്ചിട്ടില്ല. അത് ചിന്തിക്കുക. ഇത്തരം നല്ല സൽപ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയായി, സ്നേഹമായി, താങ്ങായി, തണലായി എന്നും മുന്നിട്ട് വരിക. ഇന്ന് ഇവർ നടത്തുന്ന എൻ്റെ അടുത്ത് അറിയിച്ചു, 3 വയസ്സെങ്ങാൻ പ്രായമുള്ള ഒരു ബ്ലഡ് ക്യാൻസർ ആയ ഒരു കുഞ്ഞിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയും ഒക്കെ കൂടിയാണ് ഞങ്ങൾ ഈ സംരംഭം ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു യോഗം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളടുത്ത് ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾ കാണിക്കേണ്ട. നിങ്ങളടുത്ത് എന്തുണ്ടോ അത് നാണം ഒന്നും വിചാരിക്കേണ്ട. എന്താണോ ഉള്ളത് അത് ഇവർക്ക് വേണ്ടിയല്ല, നമ്മുടെ നാടിന് വേണ്ടി, 1000കണക്കിന് ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക. നിങ്ങളുടെ കരങ്ങൾ, ഹൃദയത്തിന്റെ കരങ്ങൾ വിശാലമായി വളരെ നീളത്തിൽ തന്നെ ഇവർക്ക് നേരെ ഈ സംരംഭത്തിന് നേരെ നീളട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്ന വേദികൾ എവിടെ ഉണ്ടെങ്കിലും വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ്. എൻ്റെ സുഹൃത്ത് മസ്കറ്റിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ നാട്ടുകാരനായ ഷാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഫോട്ടോഗ്രാഫറാണ്, പാട്ടുകാരനാണ്, നല്ലൊരു മനസ്സിനുടമയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കുട്ടികൾ വിളിക്കുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞു, ഷാഫിക്ക തീർച്ചയായിട്ടും അവിടെ ചെല്ലണം, എൻ്റെ നാട്ടിൽ ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ട്. അപ്പോഴൊന്നും ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർ ഇവിടെ ഉണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. കാര്യം ഞാൻ ചിന്തിക്കുന്നത് രണ്ടാമതാരും ഈ ദുനിയാവിലേക്ക് മടങ്ങി വന്ന് ജീവിക്കില്ല. മനോഹരമായി ദൈവം തന്ന ഈ ജീവിതത്തിനെ, ഈ ശരീരത്തെ, ഈ മനസ്സിനെ, ആത്മാവിനെ പരിശുദ്ധമായി കൊണ്ടു നടക്കാൻ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എന്നാലും ഒറ്റ കാര്യം പറയുന്നു, എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ്
എനിക്കും നിങ്ങൾക്കും അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ഇനി ഇൻഷാ അല്ലാഹ് ഈ യോഗം പൂർണ്ണമാകുമ്പോൾ കുറച്ച് പാട്ടുകൾ പാടാനും സാധിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. പാടിത്തരാം ഇൻഷാ അല്ലാഹ്. എൻ്റെ കൂടെ മറ്റൊരു പ്രഗത്ഭനായ നല്ല കഴിവുള്ള സിംഗർ, എന്നെ പോലെയല്ല, തൊണ്ടയിൽ ഒരുപാട് കഴിവുകൾ അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ ശബ്ദത്തിനുടമയാണ് ആസിഫ് കാപ്പാട്. മൈലാഞ്ചി എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ ജനപ്രിയ പ്രോഗ്രാമിലെ ഒന്നാമത്തെ സെക്ഷനിൽ തന്നെ വിജയകിരീടം ചൂടിയ വിന്നറാണ്. ആസിഫ് യത്തീംഖാനയിൽ പഠിച്ചു വളർന്ന ഒരു പാവപ്പെട്ട ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനാണ്. കോഴിക്കോട് കൊയിലാണ്ടി കൊല്ലത്താണ് എൻ്റെ ദേശം എന്ന് നിങ്ങളോട് പറയാം. ഇവിടെ മിക്കവാറും ആളുകൾക്ക് അറിയാമെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ പറയട്ടെ, എൻ്റെ കോഴിക്കോട് കൊയിലാണ്ടി കൊല്ലത്താണ് എൻ്റെ നാട്. ഈ കൊല്ലത്തേക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പരിപാടിക്ക് വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്നോട്, ഈ നാട്ടുകാരനാണ്. ഇവിടെ വെച്ചൊരു തലകറക്കമോ അല്ലെങ്കിൽ ഞാൻ ഈ വഴി സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും അപകടമോ സംഭവിച്ചാൽ എനിക്ക് എൻ്റെ നാട്ടുകാരെ എന്നെ സഹായത്തിനെത്തണമെന്ന് നിർബന്ധമില്ലല്ലോ. ഏത് നാട്ടുകാരായാലും നല്ലൊരു മനുഷ്യനാകാൻ സാധിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. എന്തായാലും നിങ്ങളെ പാട്ട് കൊണ്ട് സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. സംഭാവനകൾ കൊണ്ട് ഈ ഒരു സംരംഭത്തെ സന്തോഷിപ്പിക്കാൻ, പരിപോഷിപ്പിക്കാൻ, ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പൊലിഞ്ഞു പോകാത്ത ഒരു ദീപമായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് കഴിയട്ടെ എന്ന്, ഈ സംഘടനയ്ക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. അതിന്റെ തുടർ നടപടികൾക്കായി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗവും രക്ഷാധികാരിയുമായ MK അൻസാരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ധനസഹായ വിതരണം നടത്താൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ഒരു കാര്യം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇവിടെ ഏകദേശം 15ഓളം ക്യാൻസർ രോഗികളുടെ അപേക്ഷ ഞങ്ങളുടെ ഈ ഓഫീസിൽ ലഭിക്കുകയുണ്ടായി. അടിയന്തരമായി പരിഗണിക്കേണ്ടുന്ന 2 വ്യക്തികളെ ഇന്ന് ഈ വേദിയിൽ വെച്ച് ധനസഹായം കൊടുത്ത് അവരെ സഹായിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടാതെ മറ്റപേക്ഷകൾ താമസിയാതെ തന്നെ അത് പരിശോധിച്ച് വേണ്ടുന്ന സഹായം അവരിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഇപ്പോൾ ഈ 2 ധനസഹായ വിതരണം നടത്തുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി മനസ്സിലാക്കി, ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സുഹൃത്ത്, അദ്ദേഹം പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഏത് പ്രദേശത്തുകാരനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഏത് വ്യക്തിയാണെന്ന് അദ്ദേഹം അറിയാൻ ആഗ്രഹിക്കുന്നില്ല, ആർക്ക് ഈ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. ഏതായിരുന്നാലും നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ആർക്കാണോ ഇത് പ്രയോജനപ്പെടുന്നത് അവർക്ക് നിങ്ങൾ നൽകി എൻ്റെ ഒരു എളിയ സംഭാവനയായിട്ട് നിങ്ങൾ കരുതി ഇതുകൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 1000 രൂപ രഹസ്യമായി ഈ കമ്മിറ്റി മെമ്പേഴ്സ് പോലും അറിയാതെ എന്നെ ഏൽപ്പിച്ചിരുന്നു. ഞാനത് വളരെ രഹസ്യമായി തന്നെ അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റിനെയും ഏൽപ്പിച്ചു. ആ പൈസ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ ധനസഹായ വിതരണം നടത്താൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ H. സുലൈമാൻ കുഞ്ഞ് തൃക്കോട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വളരെയധികം സമയങ്ങൾ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പരിപാടികളുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം, മാത്രമല്ല എല്ലാവരും. അപ്പോൾ അദ്ദേഹം നമ്മളെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ക്ഷണിക്കുകയാണ്. ഇതിലാദ്യമായി നൽകാൻ ഉദ്ദേശിക്കുന്നത് അത്തിബാത്ത് സാദത്ത് മനസ്സിൽ വാലിമുക്ക് 2 ആഴ്ചകൾക്ക് മുമ്പ് ജിമാവലി കണ്ണവല്ലൂർ പള്ളിയിലെ NEM അഷ്റഫ് മൗലവി ഉസ്താദ് അവറുകൾ പറഞ്ഞ ആ ഒരു കുട്ടിയാണ്. 2 വയസ്സുള്ള കുട്ടിക്ക് ശ്രീത്ര ഹോമിലെ ചികിത്സയിലാണ്. അവരുടെ പ്രാണിയില്ല. ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്നുള്ള ഒരു വിഹിതമാണ് ഞങ്ങൾ നൽകുന്നത്. ഒപ്പം തന്നെ ഈ കൂപ്പൺ വളരെയധികം ഒരുപാട് വിറ്റുപോകാൻ ഇനി ബാക്കിയിരിപ്പുണ്ട്. എല്ലാവരും അതൊന്നെടുത്ത് സഹകരിക്കണമെന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ കുട്ടി 2 വയസ്സുള്ള കുട്ടിയാണ്.
ആ കുട്ടിയുടെ എല്ലാവിധമായ അസുഖങ്ങളും എല്ലാവിധമായ പ്രയാസങ്ങളും ആ മാതാപിതാക്കളിൽ വന്നു ഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം പടച്ച തമ്പുരാൻ അവന്റെ കൃപാകരണത്താൽ മാറ്റിക്കൊടുക്കട്ടെ എന്ന് ഈ ധന്യമായ വേദിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ആ കുട്ടിയിൽ ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ആ കുട്ടിയുടെ ആ സാമ്പത്തികം ഏറ്റുവാങ്ങാൻ വേണ്ടി അക്കീബാത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി എത്തിപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ഹുസൈൻ കോട്ടവിള വീട് പാണന്നുണ്ടിൽ കണ്ണനല്ലൂർ, പാണന്നുണ്ടിൽ തെക്കതിയിൽ കണ്ണനല്ലൂർ. എല്ലാവർക്കും അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിന്റെ കണ്ണാടിയിൽ കൂടി ആ കുട്ടികളെ ഇവിടെ ലോകത്തിന് മുമ്പ് പരിചയപ്പെടുത്തിയതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ പല ഭാഗത്തും നോട്ടീസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, നാം അറിയാത്ത നമ്മെ അറിയുന്ന, നമുക്കറിയത്തില്ല ആ കുട്ടിക്ക് എന്താണ് എന്നുള്ളത്. പക്ഷെ അവർക്ക് നമ്മളെ അറിയാം. എങ്ങനെ നമ്മൾ ചോദിക്കും? ആത്മാഭിമാനം ഒന്നും എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഒരാൾ നിന്ന് കൈ നീട്ടാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഗത്യന്തരമില്ലാതെ നമ്മളെ സമീപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവർക്കും ചെറിയൊരു തുക നൽകുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, ആരെങ്കിലും ഈ 2 അഡ്രസ്സും ഞാൻ വായിച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ നേരിട്ട് കൊണ്ടെത്തിക്കുകയോ അതിലേക്ക് ഞങ്ങൾ വഴി തന്നാൽ ഞങ്ങൾ എത്തിക്കുകയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് അവരെ ഒന്ന് സഹായിക്കണമെന്ന് ഈ വേദിയിൽ വെച്ച് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഹുസൈൻ, ആ 2 മക്കളാണ്, 2 ആൺമക്കൾ, അവർ രണ്ടുപേരും കിടപ്പിലാണ്. ആ 2 ആൺമക്കളുടെ പിതാവ് ഇവിടെ എത്തിച്ചേർന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം ഉണ്ടെങ്കിലും കൂടി ഈ വേദിയിലേക്ക് വരണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എച്ച് സുലൈമാൻ കുഞ്ഞൻ സാഹിബിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. രണ്ടാമത് ഈ ഹുസൈൻ എന്ന അറിയിപ്പ് കൊടുത്തതാണ്. എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സങ്കോചം കൂടാതെ ഇതിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാളണ്ടിയേഴ്സ് ആരെങ്കിലും